ഈ റമദാനിൽ നമുക്ക് അടിപൊളി ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. ഇത് തിക്കിടി എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് റമദാനും പിന്നെ പെരുന്നാൾ വരുമ്പോഴും വിശേഷ അവസരങ്ങളിലും എല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ സാധാരണ മാവ് നമ്മൾ വാട്ടാറുണ്ടല്ലോ. വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ ഉപ്പിട്ട് മാവ് ഇട്ട് നന്നായിട്ട് വേവിച്ച് എടുക്കുക. നന്നായിട്ട് ഇളക്കി എടുക്കണം. മാവ് നന്നായിട്ട് വെന്ത് കിട്ടണവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. മാവ് വെന്ത് വരുമ്പോൾ നമുക്കത് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മാവ്. ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റായി കിട്ടണമേ. അതുപോലെ ഒട്ടിപ്പിടിക്കാനും പാടില്ല. ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് ചെറുതായിട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പോർഷൻസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കന്നപ്പോൾ എളുപ്പം ഒന്ന് ആക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ ഒരു ഉരുള മാവ് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. കയ്യിലെടുത്തിട്ട് അത് 2 കൈ കൊണ്ട് നമുക്ക് ഉരുട്ടി ചെറിയ ബോൾസാക്കി എടുക്കാം. ചെറുതായി ഉരുട്ടിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിന് കിട്ടും. കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കിത് മൊത്തം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഇത് മൊത്തം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ നല്ല കട്ടിപ്പാൽ. നമ്മൾ 2ാം പാലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒറ്റപ്പാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യുന്നത്. അത് നല്ല കുറുകിയ രീതിയിൽ നമുക്ക് മിക്സിയിൽ അരച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിന്നെ നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. അതിലേക്ക് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നെയ്യും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് നന്നായിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്ക് ചെറിയ ഉള്ളി വട്ടത്തിന് അരിഞ്ഞതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ഇവിടെ ഞാൻ ഇടുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. നമുക്കിവിടെ കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ നമ്മൾ എടുക്കണേ. പിന്നെ നമുക്ക് വേണ്ട ഒരു 1/4 ടീസ്പൂൺ മാത്രം ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളിവിടെ ഇട്ട് കൊടുത്ത മല്ലിപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിവിടെ തിള വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും. ഇത് പിരിഞ്ഞ് പോവുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മാവിൽ ഉപ്പിട്ടാണ് വാട്ടിയിരിക്കുന്നത്. അതിനിപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിവിടെ എടുക്കുമ്പോൾ ആവശ്യത്തിന് വലിപ്പമുള്ള പാത്രം എടുക്കണം. ഞാൻ കറക്റ്റ് വലിപ്പമായി പോയി. പിന്നെ അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. ഇവിടെ ചെറുതായിട്ട് തിള വരുന്നുണ്ട്. നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യണമേ. ഒരു 5 to
10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തെക്കിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ചിക്കൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും മട്ടൻ കറി ഏത് കറിയുടെ കൂടത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി കോമ്പിനേഷനായിരിക്കും ഇത്. ഇതിരുന്ന് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയും കൂടെ വരും. ഇതുപോലെ നന്നായിട്ട് കുറുകി വരും. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്ന് താളിച്ച് കൊടുത്താലും മതി. കറിവേപ്പിലയും ചുവന്ന ഉള്ളിയും മാത്രം ഇട്ട് നമുക്ക് താളിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്